ഹലോ നമസ്കാരം ലിനൂസ് ഫുഡ്വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടാക്കുന്നത് കാരമൽ ദോശയാണ്. ബിഗ് ബോസ് സീസൺ 4 കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും കാരമൽ ദോശയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അടി ഉണ്ടാക്കലും വഴക്കിടലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കാരമൽ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് സാധാ ദോശമാവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ തവയിലേക്ക് ദോശമാവ് കോരി ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. സാധാ ദോശ ഉണ്ടാക്കുന്നത് പോലെ പക്ഷേ അതിനകത്ത് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല വലിയതായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിവിടെ തയ്യാറാക്കുന്നത് ചെറിയ ബർണറിലാണ്, ഹൈ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ വച്ചിട്ടുള്ളത്. ഇനി മറിച്ചിട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ കാരമൽ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും മടിയുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ റെസിപ്പി. ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അടുത്ത ദോശ ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 2 കാരമൽ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ വിട്ടുപോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.